ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു പേര് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകോത്തരമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിന് വളരെയധികം പ്രസക്തിയുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ തീരുമാനങ്ങളും അതുപോലെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ പേരിന്റെ ട്രേഡ് മാർക്ക് അവകാശം സ്വന്തമാക്കുന്നതിന് വേണ്ടി വലിയ വലിയ കമ്പനികളടക്കം വ്യക്തിപരമായ പല ആളുകളും ഇതിനെ സമീപിച്ചിരുന്നു. മാത്രമല്ല ഇതിന്റെ പേരിൽ സിനിമ ഇറക്കുന്നതിന് വേണ്ടിയുള്ള അവകാശങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വിധേയപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനും ചുമ്മാ കയറി അങ്ങ് കളിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ലോകോത്തര കോടീശ്വരന്മാരിൽ ഒരാളായ മുകേഷ് അംബാനിക്ക് ഈ പേരിനോട് ഒരു ആഗ്രഹം തോന്നിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മുകേഷ് അംബാനിയുടെ കമ്പനിയായ റിലയൻസ് ഈ പേരിന്റെ ട്രേഡ് മാർക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകി കഴിഞ്ഞു. എന്നാൽ അത് ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന്റെ പിഴവ് മൂലം സംഭവിച്ചതാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് രാജ്യാന്തരമായി തന്നെ വളരെയധികം വിലയുള്ള ഒരു കാര്യമാണെന്നും അതിനെ ചുമ്മാ ഉപയോഗിക്കാനൊന്നും സാധിക്കില്ല എന്നതിന്റെ പേരിൽ മാപ്പപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് റിലയൻസ് കമ്പനി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പോലും വ്യക്തമാകാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മഹാത്മ്യം എത്രത്തോളമാണെന്ന് റിലയൻസ് കമ്പനി നമ്മളോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നമ്മൾ പേരിട്ടിരുന്നത്. ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തകർക്കപ്പെട്ടത്. ഇതോടെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ലോകമെങ്ങും തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ സൈന്യം അത് ശ്രദ്ധയിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഈ പേരിന് വളരെയധികം അർത്ഥങ്ങൾ അന്ന് സൈന്യം നിർവചിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ട്രേഡ് മാർക്കിന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ അശ്രദ്ധ മൂലം സംഭവിച്ച പിഴവാണിതെന്നും ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ പിൻവലിക്കുകയാണെന്നും റിലയൻസ് അറിയിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇവിടെ വളരെയധികം പ്രസിദ്ധമാണ്. ഒരു ജൂനിയറായ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണിത് എന്നും റിലയൻസ് ഇതിന് വിശദീകരണം നൽകി കഴിഞ്ഞു. റിലയൻസിന്റെ എന്റർടൈൻമെന്റ് വിഭാഗമായ ജിയോ സ്റ്റുഡിയോയ്ക്ക് കീഴിലാണ് ഇത്തരമൊരു ആപ്ലിക്കേഷൻ നൽകപ്പെട്ടത്. എന്നാൽ കമ്പനിയുടെ ആഭ്യന്തര തലത്തിലുള്ള റിവ്യൂവിനെ തുടർന്ന് ഉടൻ തന്നെ ഈ അപേക്ഷ പിൻവലിക്കുകയായിരുന്നു റിലയൻസ് കമ്പനി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമത്തിന്റെ പ്രചോദനമായി മാറിയ ഇന്ത്യയുടെ സായുധ സേനയിലും അവരുടെ ഭീകരവിരുദ്ധ പ്രവർത്തികളിലും റിലയൻസിന് ആഴത്തിലുള്ള ബഹുമാനമുണ്ടെന്നും കമ്പനി പ്രതികരിക്കുകയും ചെയ്തു. ചുമ്മാ കയറി അങ്ങ് ഇടാൻ പറ്റുന്ന ഒരു പേരും ഒന്നുമല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു യുദ്ധമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള തീവ്രവാദികൾക്കെതിരെയുള്ള ഇന്ത്യൻ സേനയുടെ പ്രതികാരവും. റിലയൻസ് ഇൻഡസ്ട്രീസും കമ്പനിയുടെ എല്ലാ വിഭാഗങ്ങളും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്. പഹൽഗാമിലെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ ധീരമായ സായുധ സേനയുടെ വലിയ നേട്ടം കൂടിയാണ് എന്നും ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ സന്ധി ചെയ്യാത്ത നിലപാടിന്റെ തെളിവുമാണെന്നും റിലയൻസിന്റെ ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിന് ഒരിക്കലും ഇളക്കമുണ്ടാവില്ല എന്നും സേനകൾക്കും സർക്കാരിനും എല്ലാവിധ പിന്തുണയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് റിലയൻസ് ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. റിലയൻസ് ഇതിന് വിശദമായ മറുപടിയാണ് ഇതിലൂടെ നൽകി കഴിഞ്ഞത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും വൈകാരികമായ പ്രതീകമാണ് സിന്ദൂരം എന്നുള്ളത്. ഇന്ത്യയുടെ സായുധ നീക്കത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ട്രേഡ് നാമത്തിനായി റിലയൻസ് അപേക്ഷ നൽകി എന്ന റിപ്പോർട്ടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കമ്പനിയുടെ വിശദീകരണവും പുറത്തു വന്നു. ഇന്ത്യൻ മിലിറ്ററി ക്രോസ് ബോർഡർ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണെന്ന് പ്രഖ്യാപിച്ച് അധികം വൈകാതെ റിലയൻസിന്റേതടക്കം 4 ട്രേഡ് മാർക്ക് അപേക്ഷകളാണ് വൈകാരികമായി മാറിയ ഈ പേരിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റിലയൻസിനെ കൂടാതെ മുംബൈക്കാരനായ ചേത്രം അഗർവാൾ, റിട്ടയർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ കമാൽ സിംഗ് ഒബേഹ്, ഡൽഹിയിലെ അഭിഭാഷകനായ അലോക് കത്തോരി എന്നിവരാണ് ട്രേഡ് മാർക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമവുമായി ബന്ധപ്പെട്ട് മീഡിയ എന്റർടൈൻമെന്റ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്ന പ്രൊപ്പോസ് ടു ബി യൂസ്ഡ് എന്ന വിഭാഗത്തിലാണ് അപേക്ഷകൾ സമർപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷനുകളുടെ നാമങ്ങൾ ഭൗതിക സ്വത്തവകാശത്തിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. പ്രതിരോധ മന്ത്രാലയം ഈ നാമം രജിസ്റ്റർ ചെയ്യുകയോ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇക്കാരണത്താൽ ട്രേഡ് മാർക്ക് ഫയലിംഗുകൾ സാധ്യമാണ്. നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാത്ത പക്ഷം ഓട്ടോമാറ്റിക്കായി ഇത്തരം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുകൾ തടസ്സപ്പെടാനുള്ള സാധ്യതകളുമില്ല.
എന്നാൽ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന നിലയിലാണ് ട്രേഡ് മാർക്ക് അനുവദിക്കുന്നത് സാധാരണയായി. എന്നാൽ ഉദ്ദേശ ലക്ഷ്യം പൊതുജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിസ്ക്, ഏകാധനത, എതിർക്കുന്നവരുടെ വാദം മുതലായവയും പരിഗണിച്ച് മാത്രമേ ട്രേഡ് മാർക്കുകൾ അനുവദിക്കുകയുള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ പല അപേക്ഷകൾ ഒരേ പേരിൽ ലഭിക്കുകയാണെങ്കിൽ വിശകലനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഔദ്യോഗികമായ ചർച്ചകൾ, കരാറുകൾ എന്നിവ കൂടി പരിഗണിച്ചായിരിക്കും ഇതിൽ ഒരു തീരുമാനമെടുക്കുന്നത്.